കൊച്ചേട്ടൻ്റെ കത്ത്. ബൊസീഞ്ഞോ പരിഹാസം പായസമാക്കാം. പ്രിയ DSCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിൽ പൊട്ടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരിയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വികാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ എവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞുമുത്തശ്ശി എന്ന് അർത്ഥം വരുന്ന ബൊസീഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസെൻ ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച ബൊസീഞ്ഞോ ആണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റി ബൊസീഞ്ഞോ ആണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട ബൊസീഞ്ഞോ ആണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത ബൊസീഞ്ഞോ ആണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അങ്കോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ച് ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ ബൊസീഞ്ഞോ ആണിത്. പ്രിയ കൂട്ടുകാരെ, ബൊസീഞ്ഞോ എന്ന കാൽപന്തുകാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോകതാരങ്ങളുടെ ചാട്ടുളി പന്തുകളായിരുന്നു. അല്ല. കളിക്കളത്തിൽ അയാൾ സാഗൂതം സശ്രദ്ധം ഗോൾ മുഖത്ത് മിഴി പൂട്ടാതെ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസ പേര് കൊണ്ടയാൾ തൻ്റെ ജീവിത മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചിറക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമന്റ് അടിക്കുന്നവർ മെയ് അനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് കരുതുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.